രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അദ്ദേഹത്തെ ആദരിക്കണം. ഒരിക്കലും അദ്ദേഹത്തിന്റെ വാക്കുകൾ തെറ്റി നടക്കരുത്. അദ്ദേഹം തന്നെയാണ് രാജ്യത്തിന്റെ മുഴുവൻ അധികാരി. അത് മുഴുവൻ നടപ്പിലാക്കാൻ ഉള്ള ചുമതല നിന്നിൽ വന്നു ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ തെറ്റിക്കാതെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ആജ്ഞയെ അറിയാനായിട്ട് കാതോർത്തു നിന്ന് ആ ആജ്ഞ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് അതേ പ്രകാരത്തില് നീ നടപ്പിലാക്കണം. നീ ഒരിക്കലും അതിൽ നിന്ന് തെറ്റിപ്പോകരുത്. മാസ്മൈനം വ്യപുരോരുധ. അല്ലയോ ഭരത, ഒരിക്കലും അദ്ദേഹത്തെ നീ വിരോധിക്കരുത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ നീ തള്ളിക്കളയരുത്. അദ്ദേഹത്തിന്റെ ആജ്ഞകളെ നീ പരിപാലിക്കാതിരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അധർമ്മമായി പോകും. അതുകൊണ്ട് നീ ആ മഹാരാജാവ് തന്നെയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് കുമാരരാജ്യേ ജീവസ്വ തസ്സൈവാജ്ഞ പ്രവർത്തനാത്, നീ യുവരാജാവായിട്ട് നാടുവാഴുക. എങ്ങനെ അദ്ദേഹത്തിന്റെ ആജ്ഞകളെ, മഹാരാജാവിന്റെ ആജ്ഞകളെ അതേ പ്രകാരത്തില് നീ നടപ്പിലാക്കിക്കൊണ്ട്, എന്നിട്ട് ഒന്നുകൂടി ഒരു പ്രധാന സന്ദേശം കൂടി ശ്രീരാമചന്ദ്രൻ ഭരതനെ കേൾപ്പിക്കാനായിട്ട് സുമന്ത്രരെ ഏൽപ്പിച്ചയച്ചിട്ടുണ്ട്. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് സുമന്ത്ര പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഭരതൻ അവിടെ ഇല്ല, ഭരതൻ കേകയത്താണ്, ഭരതൻ ഇനി ഇവിടെ എത്തിച്ചേരണം. പക്ഷേ എന്ത് സന്ദേശമാണ് രാമൻ കൊടുത്തയച്ചത് അത് മുഴുവൻ എല്ലാവരെയും കേൾപ്പിക്കാൻ സുമന്ത്രർ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അതുകൊണ്ട് ഒന്നും രഹസ്യമാക്കി വയ്ക്കാതെ അതെല്ലാം കേൾപ്പിക്കുകയാണ്. രാമൻ ഒന്നുകൂടി പറഞ്ഞു, അബ്രവിച്ചാഭിമാം ഭൂയോ വൃഷമശ്രൂണി വർത്തയൻ. ശ്രീരാമചന്ദ്രൻ വീണ്ടും കണ്ണു നിറഞ്ഞ് കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീർ പ്രവഹിപ്പിച്ചുകൊണ്ട് വീണ്ടും എന്നോട് പറഞ്ഞു, ഭരതനോട് പറയാനുള്ളതായ വാക്യം, മാതേവ് മമ മാതാത്തെ ദ്രഷ്ടവ്യ പുത്രഗർഭിണി. പുത്രനോട് അങ്ങേയറ്റം വാത്സല്യമുള്ളവളാണ് എന്റെ അമ്മ കൗസല്യ. ആ അമ്മയെ, എന്റെ അമ്മയെ, നിന്റെ അമ്മയെ നീ എത്ര കണ്ട് സ്നേഹത്തോടും ഭക്തിയോടും കൂടിയിട്ടാണോ സംരക്ഷിക്കുന്നത്, സേവിക്കുന്നത്? അല്ലയോ ഭരത കുഞ്ഞെ, നീ ആ പ്രകാരത്തിൽ എന്റെ അമ്മയെയും സംരക്ഷിക്കണം. ഒരു കാരണവശാലും അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാകരുത് എന്നർത്ഥം. കാനനത്തിൽ ബഹുദൂരത്തിൽ വസിക്കുന്ന അവസരത്തിലും ഇനി 14 വർഷം കഴിഞ്ഞ് മടങ്ങി ചെല്ലൂ. ആ കാലഘട്ടത്തിനിടയ്ക്ക് അമ്മ ഒരു കാരണവശാലും വേദനിക്കരുത്. അതുകൊണ്ട് ഭരതനോട് ഇക്കാര്യം പ്രത്യേകമായി പറയുന്നു. വേദനിപ്പിക്കാൻ കൈകേയി ഒരുപക്ഷെ ശ്രമിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാമനും അറിയാമായിരിക്കണം. പക്ഷെ രാമൻ അതൊന്നും വാക്കുകളിലൂടെ പറയുന്നില്ല, മുഖഭാവത്തിലൂടെ പ്രകടമാക്കുന്നില്ല. കൈകേയി മാതാവ് എല്ലാവരോടും ആദരവോടുകൂടി മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് രാമൻ പലതവണ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. കാനനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൈകേയി മാതാവ് ദശരഥ മഹാരാജാവിനോട് അഭ്യർത്ഥിച്ചതും തന്നോടുള്ള വാത്സല്യം കൊണ്ടാണ് എന്ന് രാമൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇത് തനിക്ക് കൈകേയി മാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണ് എന്ന് രാമൻ പറഞ്ഞു നേരത്തെ. രാമൻ ആ പ്രകാരത്തിലാണ് കൈകേയി മാതാവിനെ കാണുന്നത്. ആരിലും ഒരു കുറ്റവും കാണുന്നില്ല, ആരിലും ഒരു ദോഷവും കാണുന്നില്ല. ഇതാണ് രാമരാജ്യം.
അങ്ങനെയുള്ള ഭരണാധിപന്മാർ ഈ ലോകത്തെ രാമരാജ്യമാക്കുന്നു. അങ്ങനെയുള്ള ഗൃഹസ്ഥന്മാർ ഈ ലോകത്തെ രാമരാജ്യമാക്കുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇതേ പ്രകാരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിത്തീരണം. ഇതാണ് രാമകുടുംബം. ഈ ആദർശമാണ് പ്രപഞ്ചത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാക്കുന്നത്. ഭൗതിക ശാസ്ത്രരംഗത്ത് നമ്മുടെ ശാസ്ത്രകാരന്മാര് വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് അനേകം കണ്ടെത്തലുകൾ നമുക്കായി നേടിത്തന്നു. പലരും സ്വജീവിതം ഹോമിച്ചാണ് ശാസ്ത്രരംഗത്ത് വലിയ വലിയ കണ്ടെത്തലുകൾ തന്ന് നമ്മെ അനുഗ്രഹിച്ചത്. റേഡിയം എന്നുള്ളതായ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ആ മൂലകത്തെ ആദ്യമായി കണ്ടെത്തിയ മാഡം ക്യൂറി, ആ വനിത, ആ ശാസ്ത്രജ്ഞ തന്റെ ജീവിതത്തിൽ അനുഭവിച്ചതായിട്ടുള്ള വേദന ഈ ലോകത്തില് ആരെയും വേദനിപ്പിക്കും, ആരെയും അത്ഭുതപ്പെടുത്തും. അവർണ്ണനീയമായ വേദനയാണ് ആ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം അവർക്ക് സമ്മാനിച്ചത്. പക്ഷെ അത് ശാസ്ത്രത്തിന്റെ വലിയൊരു മണ്ഡലത്തെ തുറന്നിട്ടു. ഒരു പുതിയൊരു മേഖല ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കൺമുന്നില് തെളിഞ്ഞു വരികയായിരുന്നു. മാഡം ക്യൂറിയുടെ ആ തപസ്സിലൂടെ, അതൊരു മഹാതപസ്സായിരുന്നു. ഇങ്ങനെ ആയിരമായിരം ശാസ്ത്രകാരന്മാർ പല പല പ്രകാരത്തിൽ സ്വന്തം ജീവിതം ഹോമിച്ചും പലതും നഷ്ടപ്പെട്ടും ഉപദ്രവങ്ങളും അപമാനങ്ങളും ഏറ്റുവാങ്ങിയും ഒക്കെ പല കോണുകളിൽ നിന്നിട്ട് അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിന് ചുട്ടുകൊന്നു ശാസ്ത്രകാരന്മാര് യൂറോപ്പില്. ഭാരതം ആയിരത്താണ്ടുകൾ മുമ്പേ തന്നെ ഭൂമി ഗോളമാണ് എന്ന് കണ്ടെത്തി. ആ ഗോളത്തിന്റെ വലിപ്പം, അതിന്റെ സഞ്ചാരപഥം, അതിന്റെ വേഗത, മറ്റു ഗോളങ്ങളും ഇതും തമ്മിലുള്ളതായ ബന്ധം ഇത്യാദികളെല്ലാം അന്നേ തന്നെ ആയിരത്താണ്ടുകൾ മുമ്പേ തന്നെ കണ്ടെത്തിയ ഋഷീശ്വരന്മാര് അതെല്ലാം മഹാഗ്രന്ഥങ്ങളായിട്ട് എഴുതി വെച്ചു. ആര്യഭട്ടന്റെ ആര്യഭടീയം നമുക്കറിയാം, ഭാസ്കരന്റെ ഭാസ്കരീയം നമുക്കറിയാം. ഇങ്ങനെ എത്രയോ ഗ്രന്ഥങ്ങൾ ആയിരത്താണ്ടുകൾക്ക് മുമ്പുണ്ടായത്. ഇന്ന് ഭൂമി ഗോളമാണ് എന്ന് കണ്ടുപിടിച്ചത് പാശ്ചാത്യരാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇന്നും ഇരുട്ടിൽ നിക്ഷിപ്തമായി കിടക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അറിഞ്ഞുകൂടാത്തതല്ല, പുതിയ ജ്ഞാനമൊന്നുമല്ല. ആ ഗ്രന്ഥങ്ങളെല്ലാം പ്രസിദ്ധീകൃതമാണ്. എല്ലാ ഭാഷകളിലേക്കും മിക്ക ഭാഷകളിലേക്കും അതിന് വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് പഠിക്കാൻ ഭാരതീയർ ഇന്നും തയ്യാറായിട്ടില്ല. ഭാരതത്തിന് വെളിയിലുള്ള സർവകലാശാലകളിൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നു. പക്ഷെ ഭാരതീയർ ഇന്നും പഠിക്കാതെ അതിനെ നിരസിച്ചു തള്ളിയും ആക്ഷേപിച്ചു തള്ളിയും നമ്മുടെ ഭാരതത്തിലെ ആയിരത്താണ്ടുകൾ മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന നമ്മുടെ ശാസ്ത്രകാരന്മാര്, അവരെ നമ്മുടെ ഭാഷയിൽ ഋഷിമാർ എന്നാണ് പറയുക, അവരെ ഇന്നും അപമതിക്കുന്നു. അവരെ ഇന്നും പല പ്രകാരത്തില് വേദനിപ്പിക്കുന്നു. അതാണ് ഇന്നും ഭാരതത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാദമിക് മേഖലകളിൽ ഒന്നിലും ഇങ്ങനെ സ്കൂളിന്റെ താഴെത്തട്ട് മുതൽ അവിടെ എങ്ങും ഭാരതത്തിലെ പ്രാചീന ഭാരതത്തിലെ ശാസ്ത്രകാരന്മാർക്ക് ഇനിയും ഈ സ്വതന്ത്ര ഭാരതത്തിൽ 75 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ ആയി, ഇനിയും പ്രവേശനം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള ജ്ഞാനത്തിന്റെ മണ്ഡലങ്ങൾ വലുതാണ്. അധ്യാത്മശാസ്ത്രം മാത്രമല്ല, അധ്യാത്മശാസ്ത്രം ഏറ്റവും വലിയ കണ്ടെത്തലാണ്. അത് മാത്രമല്ല, ഭൗതികശാസ്ത്രവും അതിൽ കൂടി നാം അറിയേണ്ട ജീവിതക്രമം, അതാണ് വസുധൈവ കുടുംബകം എന്ന് ഋഷിവര്യന്മാർ പറഞ്ഞു വെച്ചത്. അതിന് വലിയൊരു മാതൃക നാം ഇപ്പോൾ ഈ അവസരത്തില് നേരിട്ട് കാണുന്നു. അതാണ് ഈ സർഗങ്ങളുടെ അങ്ങേയറ്റത്തെ പ്രാധാന്യവും. ഇങ്ങനെ സുമന്ത്രര് മഹാരാജാവിനോട് ശ്രീരാമചന്ദ്രന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ ശ്രീരാമചന്ദ്രനെ കുറിച്ച് ചിന്തിച്ച്
രാജാവ് അങ്ങേയറ്റം ദുഃഖിതനായി. അദ്ദേഹം പരമദീനതയോടുകൂടിയിട്ട് കണ്ണുനീർ പ്രവഹിപ്പിച്ചുകൊണ്ട് വീണ്ടും മോഹാലസ്യപ്പെട്ടു. മോഹാലസ്യത്തിൽ നിന്ന് ഏറെ കഴിഞ്ഞ് ഉണർന്നതിന് ശേഷം അദ്ദേഹം വളരെയേറെ പണിപ്പെട്ട് സൂതനോട്, സുമന്ത്രരോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ സുമന്ത്രരെ, എനിക്ക് എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ ഏറ്റവും വലിയ അബദ്ധമാണ് ഇപ്പോൾ ഈ കുടുംബത്തെയും എന്നെയും ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ നാട്ടിലുള്ള സർവ്വജനങ്ങളെയും ലോകത്തെയും ഭയങ്കരമായ ഈ ദുഃഖത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അദ്ദേഹം പറയുന്നു: കൈകേയ്യ വിനിയുക്തേന പാപാഭിജനഭാവയ മയാന മന്ത്രകുശലൈഹി വൃദ്ധൈ സഹ സമർത്ഥിതം. തന്റെ തെറ്റ് അദ്ദേഹം ഏറ്റുപറയാണ്. പാപം മാത്രം ചിന്തിക്കുകയും പാപം മാത്രം പറയുകയും പാപം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ക്രൂരപ്രകൃതിയായ ആ കൈകേയി നിർബന്ധപൂർവമായിട്ട് പറയുന്ന അവസരത്തില് ഞാൻ അതിനെക്കുറിച്ച്, അതിന്റെ ഗുരു ലഘുത്വങ്ങളെ കുറിച്ച് ആലോചിക്കണമായിരുന്നു. അത് മുഴുവൻ ഒരാളിന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഗുരു ലഘുത്വങ്ങൾ എന്ന് വന്നാൽ പോലും തനിക്ക് വേണ്ടുന്ന ഉപദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. മന്ത്രകുശലൈർ വൃദ്ധൈഹി, ഉപദേശിക്കാൻ കഴിവുള്ളവരായ, അറിവുള്ളവരായ, വേദജ്ഞാനമുള്ളവരായ, അങ്ങനെ വയോവൃദ്ധന്മാർ മാത്രമല്ല ജ്ഞാനവൃദ്ധന്മാരായിട്ടുമുള്ള അനേകം ആളുകൾ ഇവിടെ ഈ കൊട്ടാരത്തിലുണ്ട്. അവരോട് എനിക്ക് ആലോചിക്കാമായിരുന്നു. ആലോചിക്കാതെ കൈകേയിയോട് ഞാൻ പറഞ്ഞു പോയ വാക്കാണ് എന്ന് പറഞ്ഞിട്ട് ചാടി വീണ് ആ വാക്കങ്ങ് സത്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അംഗീകരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തുപോയി. അതാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. ഞാൻ അറിവുള്ളവരോട് ചോദിച്ചില്ല. ന സുഹൃദ്ഭി നച അമാത്യൈഹി മന്ത്രയിത്വ സനേകമൈഹി മയാ അയമർത്ഥ സമ്മോഹാത് സ്ത്രീഹേതോ സഹസാകൃത. കൈകേയിയുടെ സൗന്ദര്യം കണ്ട് അതിൽ മയങ്ങിപ്പോയ ഒരു പുരുഷനായ ഞാൻ